I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it. ഏതാണ്ട് ഒരു 2 മാസം മുമ്പാണ് നമ്മളൊരു ഗാലക്സി ടാബ് 5G വാങ്ങുന്നത്. അപ്പം അന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ട് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ ഞാൻ വാക്ക് പാലിക്കുകയാണ്. ഞാൻ 2 months ഹാപ്പി ആയിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. അപ്പോൾ എന്താണ് സാംസങ് ഗാലക്സി 9A Plus 5G, ഏതെല്ലാം തരത്തിലാണ് എനിക്കിത് ഒരുപാട് യൂസ്ഫുൾ ആവുന്നത്, എന്താണ് എൻ്റെ സ്പെസിഫിക്കേഷൻ, എന്തൊക്കെയാണ് എൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. സോ once again, welcome to our channel, Cinemaman. Anxiety, I need my space, I need my privacy, I need some silence, please. ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി A9 Plus 5G. അത് നമുക്ക് ബോഡി ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ വിത്ത് വരുന്നത് 257.1 mm, ഹൈറ്റ് വരുന്നത് 168.7 mm. ഇതിൻ്റെ തിക്നെസ് ആണ് വളരെ തിന്നാണ്, 6.9 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. എൻ്റെ ഡിസ്പ്ലേ സൈസ് ആക്ച്വൽ 11 inches ആണ് വരുന്നത്. സ്ക്രീൻ വളരെ സെൻസിറ്റീവ് ആണ്, വളരെ സ്മൂത്താണ്, നല്ലപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഒരു നാനോ സിം യൂസ് ചെയ്യാം, ഒപ്പം ഒരു സിമ്മും പ്ലസ് യൂസ് ചെയ്യാം. LCD TFT ഡിസ്പ്ലേ ആണ്, 90 GHz റെസൊല്യൂഷൻ, 1920 പിക്സൽസ് ആണ്, 16:10 റേഷ്യോ ആണ് ഇതിന് വരുന്നത്. ഓഫ്കോഴ്സ് ഇങ്ങനൊരു കവറിൻ്റെ അകത്താണ് ഇത് ലഭിക്കുന്നത്. നമുക്ക് ഒന്നുമില്ല, ലൈറ്റ്നിങ് കേബിൾസ് ഉണ്ട്, കാരണം ഇനി അഡാപ്റ്റേഴ്സ് നമുക്ക് ഇതുപോലെ ലഭിക്കില്ല, പുറത്ത് നമുക്ക് വാങ്ങണം. അത് ഇതിൽ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത ഒരു ക്വാഡ് സ്പീക്കേഴ്സാണ്. അങ്ങനെ നല്ല അറ്റ്മോസ് നൽകുന്ന നല്ലൊരു ക്വാഡ് സ്പീക്കേഴ്സാണ്. നല്ലൊരു സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം എന്നാണ് കമ്പനി ഇതിനെ വിളിക്കുന്നത്. 2 സൈഡിലും 2 സ്പീക്കേഴ്സ് വെച്ചിട്ട് 4 സ്പീക്കേഴ്സ് ഉണ്ട്. ഇതിന് ഗംഭീര ഓഡിയോ ക്ലാരിറ്റിയാണ്. വോളിയം കൺട്രോൾ ബട്ടണും സ്ക്രീൻ ലോക്ക് ബട്ടണും മേളിൽ ടോപ്പിൽ തന്നെയാണ് മൈക്കും വരുന്നത്. 6.9 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ഇത് ഞാൻ ഇവനൊരു കവർ വാങ്ങിച്ചിരുന്നു യൂസ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 900 ആണ്, 980 മറ്റോ എന്നുള്ള വെച്ച്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു ത്രികോണാകൃതി ഫോൾഡ് ചെയ്തിട്ട് കംഫർട്ടബിളായിട്ട് നമുക്കിങ്ങനെ വയ്ക്കാം. കണ്ടില്ലേ? അപ്പോൾ ഞാൻ ഇവന് കൂട്ടായിട്ടൊരു കീബോർഡും ഒരു മൗസും വാങ്ങിച്ചു. ബ്ലൂടൂത്ത് അതിൻ്റെ ആൻറ്റിനയാണ്. അത് കണക്ട് ചെയ്യേണ്ടത് നമുക്കൊരു OTG കണക്ടർ ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ജസ്റ്റ് പ്ലഗ് ഇൻ ചെയ്തിട്ട് നമ്മുടെ സി പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, സിമ്പിളായിട്ട് നമുക്ക് കമ്പ്യൂട്ടറും ലാപ്ടോപ്സൊക്കെ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിതിൻ്റെ തന്നെ കീബോർഡ് കേസ് വാങ്ങാൻ കിട്ടും. പക്ഷെ ഞാൻ അത് അത്ര കംഫർട്ടബിൾ അല്ല, കാരണം നമുക്ക് പലപ്പോഴും ഈ കൊട്ടേഷൻസൊക്കെ ടൈപ്പ് ചെയ്യാൻ എൻ്റെ കൈ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യേണ്ട. പക്ഷേ ഇത് ചെറിയ കേസല്ലേ, എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് വാങ്ങാൻ കാരണം. പക്ഷേ നമ്മളൊരു സ്ഥലത്ത് നിന്ന് പ്രസൻറ്റേഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് അഡീഷണൽ ഇത് കണക്ട് ചെയ്യണം. മറ്റേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. അങ്ങനെ വ്യത്യാസം ഇതുണ്ടല്ലേ. നമുക്ക് എഡിറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. മൗസ് പോയിൻറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ വിഷ്വൽസിനെ അങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കട്ട് ചെയ്യാനും പേസ്റ്റ് ചെയ്യാനായിട്ടും എടുക്കാനും ട്രിം ചെയ്യാനായിട്ടും വോയിസ് ആഡ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ പ്രൊഡക്റ്റീവ് ആവാം ഈ കാര്യത്തിൽ. സോ ആ കാര്യത്തിൽ ഈ ടാബ് എന്നെ ഇപ്പോൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഞാനിപ്പം റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത് വരുന്ന യൂട്യൂബ് വീഡിയോസൊക്കെ ഞാൻ ഇവത്തിൽ എഡിറ്റ് ചെയ്യുന്നതാണ്. ഇതുപോലെ നമുക്ക് മിനിമൈസ് ചെയ്യാം. നമുക്ക് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കളിക്കുന്നതിനെക്കാട്ടി ഒരുപാട് നല്ലതാണ് ഇങ്ങനെ എക്സ്റ്റേണലായിട്ട് മൗസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കിപ്പം ക്യാമറാസിൻ്റെ കാർഡ് അല്ലെങ്കിൽ പുറത്തൊരു കാർഡൊക്കെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാർഡ് റീഡർ OTG കണക്ടറിലേക്ക് കണക്ട് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ ക്യാമറയുടെ കാർഡാണ്, കാനോൺ EOSൻ്റെ. ഞാൻ ഈ കാർഡ് റീഡർ വെച്ചിട്ട് OTG കണക്റ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിനകത്തെ ഫയലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് കാണിക്കും. USB കാണിക്കും. USB ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മൈ ഫയൽസിനകത്ത് പോകും. അതിൻ്റെ നമുക്ക് ഈ കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വിഷ്വൽസൊക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. വളരെ കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. നേരത്തേക്കാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ കൊണ്ടുവന്ന് ഈ സാധനം ഇൻസേർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി എഡിറ്റ് ചെയ്ത് അത് തന്നെ വലിയൊരു പ്രോസസ്സാണ്. ആ എഡിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫയൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു പരിപാടിയാണ്. സാംസങ് ഒഫീഷ്യലി ഈ പ്രോഡക്റ്റ് അനൗൺസ് ചെയ്യുന്നത് 2023 October 5 ഈ പ്രോഡക്റ്റ് ലോഞ്ച് ആവുന്നത് 2023 October 17 ആ മാസം തന്നെ. ഞാനത് വാങ്ങുന്നത് 2025 January 20 അപ്പോൾ 2 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പി. ഞാൻ സെലക്ട് ചെയ്ത കളർ നേവിയാണ്. 3 കളേഴ്സിൽ അവൈലബിൾ ആണ്. ഗ്രാഫൈറ്റ്, സിൽവർ, നേവി. ഇതിൽ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടത് നേവിയാണ് ഞാൻ വാങ്ങിച്ചത്. 4 മെമ്മറി സ്പെക്കിൽ ഇത് അവൈലബിൾ ആണ്. 64 internal 4 GB RAM, 128 internal 4 GB RAM,
128 ഇൻറ്റേർണൽ 8GB റാം, 256 ഇൻറ്റേർണൽ 8GB റാം. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സെക്കൻഡ് ലാസ്റ്റ് മോഡലാണ്, 128 ഇൻറ്റേർണൽ 8GB റാം. കമ്പാരിറ്റീവ്ലി പല പ്ലാറ്റ്ഫോമിലും പല റേറ്റിലായിരിക്കും ഒരു പക്ഷേ കിട്ടുക, ചെറിയ നേരിയ റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച റേറ്റ് എന്തായാലും ഞാൻ പറയുന്നില്ല, ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഓഫ് കോഴ്സ് ഓൺലൈനിനെക്കാട്ടിലും പ്രൈസ് അവിടെ കൂടുതലായിരിക്കാം. ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് 8MP ഓട്ടോ ഫോക്കസ് ക്യാമറയാണ് വരുന്നത്. 1080p പിക്സലിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ വീഡിയോ കോൺഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സ്പെക്ക് തന്നെ ധാരാളം. പിന്നെ വന്നിട്ട് ബാറ്ററി വരുന്നത് ലിഥിയം പോളിമർ ബാറ്ററിയാണ്, 7040 mAh ആണ്. 4 hours ഒക്കെ ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ട്, നോ പ്രോബ്ലം. ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഏതാണ്ട് 4 hours ഒക്കെ നമുക്ക് ഗംഭീരമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. 0 to 100 ചാർജ് ആവാനായിട്ട് ഏതാണ്ട് 1.5 hours ആണ് എനിക്ക് എടുക്കുന്നത് ഒരു 15 watts ചാർജറിൽ. ഇതിൻ്റെ കൂടുതൽ അഡാപ്റ്റർ അവൈലബിൾ അല്ല, നമുക്ക് പുറത്തുനിന്ന് വാങ്ങണം, അല്ലാതെ നമ്മുടെ കയ്യിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സി ടൈപ്പാണ് വരുന്നത്. എന്തായാലും ഗംഭീര റിസൾട്ട് എനിക്ക് ഇതുവരെ തന്നിട്ടുണ്ട്. ഒരു ലാപ്പിൻ്റെ ഉപയോഗം നിങ്ങൾക്കില്ല, എന്നാൽ ഒരു ഫോണിന് മുകളിൽ നിങ്ങൾക്കൊരു ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര സാധനമാണ് ഈ സാംസങ് ഗാലക്സി A9+ 5G. സോ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. I should love you, never know what's hard. With a back to the mat, gonna see where I'm at. I'ma fight like I'm mad, I'ma be something that they can never be me. Nice try, but they'll see I achieve everything while they stay salty.